الحمد لله الذي غرس في النفوس عزها وأودع فيها كرامتها، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനിലും ഉണ്ടായിരിക്കേണ്ടുന്ന, പ്രത്യേകിച്ച് സത്യവിശ്വാസി വളരെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ് തൻ്റെ അന്തസ്സും അഭിമാനവും കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ രക്തത്തെപ്പോലെ, അവൻ്റെ ധനത്തെപ്പോലെ ഏറെ പവിത്രമായതാണ്, പരിപാവനമായതാണ് ഓരോരുത്തരുടെയും അഭിമാനം എന്ന് പറയുന്നത്. മറ്റൊരാൾ തൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതാണ് പലപ്പോഴും പലർക്കും പ്രയാസമായി തോന്നാറുള്ളതെങ്കിൽ, ഇസ്ലാം പറയുന്നത് സ്വയം തന്നെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ സത്യവിശ്വാസികൾ ഏർപ്പെട്ടുകൂടാ എന്നാണ്. മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നതും മറ്റൊരാളുടെ മുമ്പിൽ തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഒരു യാചകനായി മാറുന്നതും മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യൻ സ്വയം തരം താഴലാണ്. തൻ്റെ അഭിമാനത്തെയും തൻ്റെ അന്തസ്സിനെയും താൻ തന്നെ കളഞ്ഞു കുളിക്കലാണ്. അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകളോ പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ വളർത്തിയുണ്ടാക്കിയ സമൂഹത്തെ അത് ഗൗരവപൂർവം പഠിപ്പിച്ചു. അങ്ങനെ തന്നെയാണ് അവരെ വളർത്തി വലുതാക്കിയത്. മഹാനായ സ്വഹാബി ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു എന്ന പ്രസിദ്ധനായ സ്വഹാബി, അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം എടുത്തുകൊണ്ട് ഒരു കാര്യം നമ്മോട് പറയുന്നുണ്ട്. മഹാനവർകൾ പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ പലതവണ സമീപിച്ച് പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടുത്തോട് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. ചോദിക്കുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തേക്കുള്ളത് എനിക്കിങ്ങനെ നൽകും. അങ്ങനെ 2-3 തവണ അത് ആവർത്തിച്ച് വീണ്ടും ഞാൻ അത് ആവർത്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് നൽകിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഒരിക്കൽ എന്നോട് ഇപ്രകാരം പറഞ്ഞു, യാ ഹക്കീം, ഹക്കീമേ, ഇന്ന ഹാദൽ മാല ഖദിറത്തുൻ ഹുൽവത്തുൻ. ഈ സമ്പത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് ഹക്കീമേ നീ ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു വല്ലാത്ത മധുരമുള്ളതാണ്, പച്ചപ്പുള്ളതാണ്. മനുഷ്യന് ആകർഷണീയതയുള്ള രുചിയിലും അതിൻ്റെ അതേപോലെ തന്നെ അത് കാണാനും ഒക്കെ ഭംഗി. എല്ലാവരുടെയും മനുഷ്യ മനസ്സുകളൊക്കെ ഈ സാമ്പത്തികമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ നേട്ടമുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമായിട്ട് കാണുന്നതാണ്. തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. മനുഷ്യർക്ക് പണത്തോട് വലിയ ആർത്തിയാണ്, സ്നേഹമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഫമൻ നഖദഹു ബിസഖാവതി നഫ്സിൻ. ആരെങ്കിലും തനിക്ക് കിട്ടുന്ന സാമ്പത്തികമായി തനിക്ക് അല്ലാഹു തരുന്നത് ആരെങ്കിലും ഒരു തികഞ്ഞ സംതൃപ്തിയുള്ള മനസ്സോടുകൂടെയാണ് ഒരാളത് വാങ്ങുന്നതെങ്കിൽ ബൂരിക ലഹു ഫീഹി, അവനതിൽ ബറക്കത്തുണ്ടാകും. അത് കൂടുതലോ കുറച്ചോ എന്നുള്ളതല്ല, കിട്ടുന്നതിൽ നല്ല സംതൃപ്തിയും ആ ഒരു ആത്മാഭിമാനത്തോടുകൂടെയുമാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവനതിൽ ബറക്കത്ത് അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കും. അതേ അവസരത്തിൽ വമൻ നഖദഹു ബിഇശ്റാഫി നഫ്സിൻ, ആർത്തിയോടെ കിട്ടിയാലും തീരാത്തത്ര ഒരു പണക്കൊതിയോടുകൂടെയാണ് അവൻ മറ്റുള്ളവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ലം യുബാറക ലഹു ഫീഹി, ഒരു കാലത്തും അവന് ഗുണം പിടിക്കൂല.
അവനതിൽ ബറക്കത്ത് കിട്ടുകയേയില്ല. പിന്നെ എന്നും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. ഏതുപോലെ കല്ലദീ യഅ്കുലു വലാ യശ്ബഉ, ഭക്ഷണം ധാരാളം കഴിക്കുന്നുണ്ട്, വയറ് നിറയുന്നില്ല. ആ അസുഖം ഒരാൾക്ക് വന്നാലത്തെ അവസ്ഥ എന്താണ്? എത്രയും കഴിക്കുന്നുണ്ട്, കഴിച്ചിട്ടും വിശപ്പ് മാറില്ല. ഇതേപോലെയായിരിക്കും അവന്റെ അവസ്ഥ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദേശം കൈമാറുകയാണ്. കീമേ, നീ മനസ്സിലാക്കണം, അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. വാങ്ങുന്ന കരങ്ങളല്ല, കൊടുക്കുന്ന കരങ്ങളാണ് ഉത്തമം. മുകളിലുള്ള കരങ്ങളാണ് വാങ്ങുന്ന താഴെയുള്ള കരങ്ങളെക്കാൾ ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇത് കേട്ടപ്പോൾ ഹക്കീം റളിയല്ലാഹു അൻഹു 60 കൊല്ലം ജാഹിലിയത്തിലും പിന്നെ 60 കൊല്ലം ഇസ്ലാമിലും ജീവിച്ച മഹാനായ സഹാബിയാണ് ഹക്കീം റളിയല്ലാഹു അൻഹു. കഅബാലയത്തിന്റെ അകത്ത് പ്രസവിക്കപ്പെട്ട ഏക വ്യക്തിത്വം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിത്വമാണ് അദ്ദേഹം. 120 കൊല്ലം ജീവിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. പറയാണ്, നബി തങ്ങൾ ഇതെന്നോട് പറഞ്ഞത് എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി. അവിടെ വെച്ച് ഞാൻ എൻ്റെ മുത്ത് മുസ്തഫയുടെ മുമ്പിൽ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞു. വല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യവുമായി അങ്ങയെ നിയോഗിച്ചവനായ അല്ലാഹുവിനെ തന്നെ സത്യം. ഇതാ ഹക്കീം, അങ്ങയുടെ മുമ്പിൽ വെച്ചൊരു കാര്യം ഇതാ ശപഥം ചെയ്യുന്നു. ലാ അർസഉ അഹദൻ ബഅദക ശൈആ, ഇനി അങ്ങയുടെ കയ്യിൽ നിന്ന് പറ്റിയ ആനുകൂല്യങ്ങൾ ഞാൻ പറ്റി. ഇനി ഒരാളുടെ ആനുകൂല്യങ്ങൾക്ക് കാതോർത്ത് അതിനുവേണ്ടി കൈനീട്ടുന്ന ഒരു സ്വഭാവം ഇനി ഹക്കീമിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മഹാനായ സഹാബിയെക്കുറിച്ച് ചരിത്രം പറയുന്നത്, പിന്നെയും ഒരുപാട് കാലം ജീവിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉമർ ഖത്താബിന്റെ ഭരണകാലത്ത് ഒക്കെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. പൊതു മുസ്ലിമീങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന പൊതുവിൽ മുസ്ലിമീങ്ങൾക്കുള്ള സമരാർജിത സമ്പത്തിൽ നിന്ന്, അതേപോലെ തന്നെ ഫൈ എന്ന് പറയുന്ന പ്രത്യേകമായ അവിടുത്തേതായ ഖജനാവിൽ നിന്ന് വിതരണം ചെയ്യുന്ന പൊതുവായ ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാൻ വേണ്ടി ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ ഖലീഫമാരുടെ കാലത്തൊക്കെ വിളിച്ചു വരുത്തിയപ്പോഴും അദ്ദേഹം പറയും, ഇല്ല, ഞാൻ വാങ്ങില്ല, എനിക്ക് വേണ്ട, എനിക്കുള്ളത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഹത്താ ഉഫാരിഖ ദുനിയാ, ദുനിയാവിൽ നിന്ന് വിട പറയും വരെ പിന്നെ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ആരാന്റെ ഔദാര്യത്തിന് കാത്തു നിന്നിട്ടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അവന്റെ ആത്മാഭിമാനമാണ്, അന്തസ്സാണ്. അത് കളഞ്ഞു കുളിക്കുന്ന ഒരു വാക്കോ പ്രവർത്തനമോ പെരുമാറ്റമോ ഒരാളില്ലെന്ന് ഉണ്ടായിക്കൂടാ എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനുഷ്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും. പക്ഷേ അപ്പോഴേക്ക് ആരാന്റെ മുമ്പിൽ തൻ്റെതായ പരാതികളും പ്രയാസങ്ങളും ഇങ്ങനെ നിവർത്തി അവരിൽ നിന്ന് വല്ലതും കിട്ടാൻ പറ്റുമോ എന്ന് നോക്കാൻ നിൽക്കുന്നതിന് പകരം മനുഷ്യൻ അവന്റെ റബ്ബിൽ തവക്കുലാക്കണം. വഹുവൽ ഖവിയുൽ അസീസ്, അവൻ ശക്തനാണ്, കൊടുത്താൽ തീരാത്തത്ര ഖജനാവിന്റെ ഉടമയാണവൻ, അവൻ ശക്തനാണ്, അവൻ അസീസാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കുന്നതിന് പകരം ആരോഗ്യമുള്ള അവസ്ഥയിൽ എന്തെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ട് ഉള്ളത് കൊണ്ട് ജീവിക്കലാണ് അന്തസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പഠിപ്പിച്ചു. ഒരാൾ തന്റെ കയറുകെട്ടുകളുമായി പുറത്തേക്ക് പോയി കാട്ടിലേക്ക് പോവുകയും അവൻ വിറക് കൊട്ടുകൾ അവന്റെ പുറത്ത് ചുമന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ആവശ്യമുള്ളവർക്ക് വേണ്ടി വിറക് വെട്ടി അത് വിൽക്കുന്ന പ്രവൃത്തി ചെയ്താൽ പോലും അതാണ് അവന് നല്ലത്. അവന്റെ അന്തസ്സിനെ അവൻ അത് മുഖേന കാത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഇരക്കുന്നതിനേക്കാൾ, കൈനീട്ടുന്നതിനേക്കാൾ അതാണ് അവന് നല്ലത്. ചോദിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ കൊടുത്തുന്ന് വരും, കൊടുത്തില്ലാന്ന് വരും, കിട്ടിയെന്ന് വരും, കിട്ടിയില്ലാന്ന് വരും. അതല്ല വിഷയം, അതല്ല ഇവിടെ പ്രശ്നം. അങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട, സ്വയം അവനവന്റെ കാര്യത്തിന് വേണ്ടത് കണ്ടെത്തൂ എന്ന് മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ. അധ്വാനിക്ക്, പരിശ്രമിക്ക്, അലസത കാണിച്ച് അങ്ങനെ അടിഞ്ഞുകൂടല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്. നിങ്ങൾക്ക് ഇവിടെ ഭൂമി വിശാലമല്ലേ? നമുക്കൊക്കെ സുപരിചിതമായ എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ പാരായണം ചെയ്യേണ്ട അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാൻ സ്ഥിരവും നമ്മൾ പാരായണം ചെയ്യേണ്ടുന്ന ഒരു അധ്യായം കൂടിയാണ് സൂറത്തുൽ മുൽക്ക്. മറന്നുപോകരുത്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴെങ്കിലുമൊക്കെ മഗ്‌രിബിന്റെ ശേഷം രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലി തീർത്തോളൂ. സൂറത്തുൽ മുൽക്ക് 30 ആയത്തുകളേ ഉള്ളൂ. അതിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ
വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അല്ലാഹു ആരാണ്? ഹുവല്ലദീ, അവനാരാണ്? ജഅല ലക്കുമുൽ അർള ദലൂലാ, ഭൂമിയെ നിങ്ങൾക്ക് നിവാസയോഗ്യമായ നിലക്ക് കീഴ്പ്പെടുത്തി തന്നവനാണ്. നിങ്ങൾക്ക് യാത്ര ചെയ്യാനും കച്ചവടം ചെയ്യാനും അതുപോലെ തന്നെ കൃഷിക്ക് മണ്ണിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെ ഈ ഭൂമിയിലെ മണ്ണിനെ എല്ലാ നിലക്കും ഒരുക്കി തന്ന് കീഴ്പ്പെടുത്തിയവനാണ് അല്ലാഹു. അതുകൊണ്ട് ഫംശൂ ഫീ മനാകിബിഹാ, എനിക്കുള്ള റിസ്ക് അത് എനിക്ക് കണക്കാക്കിയത് എവിടെയും പോകില്ല എന്ന് പറഞ്ഞിട്ട് അലസനായി മടിയനായി എവിടെയും ചടഞ്ഞുകൂടി ഇരിക്കണം എന്നല്ല അല്ലാഹു പറയുന്നത്. ഫംശൂ ഫീ മനാകിബിഹാ, സഞ്ചരിക്കടോ ഭൂമിയിലൂടെ, തൊഴിൽ ചെയ്യേ, നിനക്ക് വേണ്ട അന്നം നീ കണ്ടെത്ത്, അതാ അന്തസ്, അതാണ് ചെയ്യേണ്ടത്. ഇലൈഹിൻ നുശൂർ, അപ്പോഴും എങ്ങനെയെങ്കിലും 4 കാശുണ്ടാക്കണം എന്നുള്ള നിയ്യത്തുകൊണ്ട് അള്ളാനെ മറന്നു പോകുകയൊന്നും ചെയ്യരുത്. ഇലൈഹിൻ നുശൂർ, മരിച്ച അവന്റെ അടുക്കലേക്കാണ് ഒരുമിച്ച് കൂട്ടുന്നത് എന്ന കാര്യം മറക്കുകയും അരുത്. സൂറത്തുൽ മുൽക്ക് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും സ്വയം നിന്ദ്യനാകാൻ പോവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യൻബഗി ലിൽ മുഅ്മിനി അൻ യുദില്ല നഫ്സഹു, ഒരു സത്യവിശ്വാസിയും സ്വയം നിന്ദ്യത പേറാൻ ഇടവരരുത്. അവൻ നിന്ദ്യനാകാൻ തയ്യാറാവില്ല. സ്വഹാബത്ത് ചോദിച്ചു, വകൈഫ യുദില്ലു നഫ്സഹു, ആരാ സ്വയം നിന്ദ്യനാവുക നബിയെ? അങ്ങനെ എങ്ങനെ സംഭവിക്കൂ? ആരെങ്കിലും സ്വയം നിന്ദ്യനാകാൻ സ്വയം തന്നെ പണിയെടുക്കുമോ? അള്ളാന്റെ റസൂൽ പറയണ അതെ, ചെയ്യും. എങ്ങനെയാണത്? യതഅറളു മിനൽ ബലാഇ ലിമാ ലാ യുതീഖുഹു, തനിക്ക് കഴിയാത്ത ഉത്തരവാദിത്വം ഏറ്റെടുക്കും. എന്നിട്ട് അവൻ സ്വയം നിന്ദ്യനാകുന്നു. ആളാവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവൻ്റെ പ്രയാസവും കഷ്ടപ്പാടും ഒക്കെ അവനാണ് കണ്ണും മൂക്കും നോക്കാതെ ഏറ്റെടുക്കും. എന്നിട്ട് പിന്നെ മറ്റുള്ളവരൊക്കെ പിന്നെ ഇവനെ ആശ്രയിക്കുക. പിന്നെ ഇവൻ അതുകൊണ്ട് ബുദ്ധിമുട്ടിയവൻ സ്വയം നിന്ദ്യനാകും. തനിക്ക് കഴിയാത്ത രൂപത്തിലുള്ള ഭാരങ്ങൾ അന്തസ്സും അഭിമാനവും എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യും. മറ്റുള്ളവൻ്റെ വാക്ക് കേട്ടിട്ട് ഒരു പൊരപ്പനെടുക്കുകയാണെങ്കിൽ പറയും, ഇങ്ങനെയൊന്നും പോരാ, അന്തസ്സിലുണ്ടാക്കുക, എൻ്റെ അഭിമാനത്തിന് യോജിക്കുന്ന വീടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വലുതായിട്ടാണ് ഉണ്ടാക്കും. എന്നിട്ട് കടവും കള്ളിയും ലോണും വാങ്ങിയിട്ട് പിന്നെ അത് തീർക്കാൻ വേണ്ടി അഭിമാനിയായിരുന്ന അവൻ പിന്നെ ഇരക്കാണ്. ആ ലോണ് വീട്ടാൻ, ആ കടം വീട്ടാൻ, ആ പലിശ കൊടുത്ത് തീർക്കാൻ അഭിമാനിയായിട്ടവൻ നടക്കുകയാണ്. ആരാന്റെ വീട്ടിലെ കല്യാണ മേളയായിരുന്നു, പൊടിച്ചു, അവിടെ അത്ര ചെയ്തു, ഇത്ര ചെയ്തു, ഇന്ന ആഘോഷമുണ്ടായി, ഇന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായി. കുറയാൻ പാടില്ല. ചെകുത്താൻ അവന്റെ മനസ്സിൽ വേദമോദി കൊടുത്തു, ഉഷാറാക്കടാ മോളെ കല്യാണം, മോന്റെ കല്യാണം. അള്ളാഹുവിന് വെറുപ്പുള്ള സകല സംഗതി അവൻ ചെയ്തു. 5 കാശിന് ഗതി ഇല്ലതാനും. എന്നിട്ടോ അവൻ കടക്കാരനായി, ഏരപ്പാളിയായി. പിന്നെ അവൻ ആ കല്യാണത്തിന്റെ ദൂർത്തിന്റെ കടം വീട്ടാൻ പിന്നെയും ലോണുകളും ക്രെഡിറ്റിന് മീതെ ക്രെഡിറ്റ് കാർഡുകളുടെ കൂമ്പാരവുമായിട്ട് നിന്ദ്യനായി ജീവിച്ച് മരിക്കേണ്ടി വരികയാണ്. അതാ സ്വയം നിന്ദ്യത പേറുക എന്ന് പറഞ്ഞാൽ. അതിന് മൂമിന് നിന്നു കൊടുക്കൂല. മുത്ത മുസ്തഫ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ ഏത് മേഖലയിലായി നമ്മളോട് നിർദ്ദേശം പറയേണ്ടത്? അതാണ് ഒരു സത്യവിശ്വാസിയുടെ ഉന്നതമായ സ്വഭാവം. അവൻ ആത്മാഭിമാനിയായിരിക്കും എന്ന് വിചാരിച്ച് അവൻ ആരുടെയും ഖൈറാത്ത് പറ്റൂല, യാചിക്കൂല എന്ന നിലക്ക് അവൻ കിബറിനായിട്ടൊന്നുമല്ല. അതവന്റെ വിനയമാണ്, അതവന്റെ അന്തസ്സാണ്. അവൻ വിട്ടുവീഴ്ചയുള്ളവനായിരിക്കും, വിവേകിയായിരിക്കും, സഹനശീലനായിരിക്കും. തൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് തൻ്റെ കുടുംബാംഗങ്ങളോടും അവൻ പറഞ്ഞു ധരിപ്പിക്കും. മക്കളെ, ഇസ്സത്ത് വലുതാണ്, അന്തസ്സ് വലുതാണ്. മറ്റുള്ളവരുടെ ഇതിലേക്ക് കണ്ണു നോക്കരുത്. നമുക്ക് വേണ്ടത് നമ്മൾ കണ്ടെത്തണം. ആ അഭിമാനം, ആ അന്തസ്സ്, ആ രൂപത്തിലുള്ള ജീവിതത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ, ദിശാബോധങ്ങൾ സ്വയം ചെയ്യുന്നതോടൊപ്പം തൻ്റെ കുടുംബാംഗങ്ങളിലും അവനത് കാത്തു സംരക്ഷിക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന പാഠം അവൻ പകർന്നു നൽകും. ഉള്ളതിൽ അവൻ ഏറെ സംതൃപ്തനായിരിക്കും. റഹ്മാനായ റബ്ബ് അവന് കൊടുത്തതെന്തോ അതിലവൻ വളരെ സംതൃപ്തി ഉണ്ടാകുമെന്ന് മാത്രമല്ല, അതിൽ അവൻ നല്ല ശാക്കിറായ മനസ്സായിരിക്കും, നന്ദി കാണിക്കും. കിട്ടിയതിൽ അവൻ റബ്ബിനോട് വലിയ നന്ദിയുള്ളവനായിരിക്കും. അതുകൊണ്ട് അവനെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞത് അവൻ റാഹത്തായിട്ട് ഉറങ്ങുന്നതാണ്. അവന് നല്ല മനസ്സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇല്ലായ്മയിലും ഉണ്ടെങ്കിലും അവൻ തികഞ്ഞ സംതൃപ്തനാണ്. എപ്പോൾ ചോദിച്ചാലും എന്താ പറയാ? നിറഞ്ഞ മനസ്സോടെ പറയും, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. ഏതവസ്ഥയിലും എൻ്റെ റബ്ബിന് സർവസ്തുതിയും. അതാ മനസ്സിന്റെ ധന്യത എന്ന് പറയുന്നത്. ലൈസൽ ഗിന, ധന്യത എന്നൊക്കെ പറയുന്നത് അൻകസറത്തിൽ അറവ്, ഒരുപാട് വിഭവങ്ങളുടെ ഉടമയാവുക എന്നല്ല ധന്യതയുടെ അർത്ഥം. മറിച്ച് വലാകിനൽ ഗിന, ഒരാൾ ധന്യനാവുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഗിനൻ നഫ്സ്, മനസ്സിൻ്റെ ധന്യതയാണ്. എപ്പോഴും അവൻ വളരെ ക്ലിയറാണ്.
ഏത് പ്രയാസത്തിലും അവൻ സംതൃപ്തനാണ്. അതാണ് മനുഷ്യൻ നേടിയെടുക്കേണ്ടത്. ഇത് നേടിയെടുക്കുന്നതിന് വിരുദ്ധമായി ഇങ്ങനെ ഇല്ലായ്മകളും വല്ലായ്മകളും പറഞ്ഞു പെരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങൾക്ക് കാത്തു നിൽക്കുന്നത് അഭിമാനത്തെ പണയപ്പെടുത്തലാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലുമുള്ള ഗിനൻ നഫ്സ് നൽകി അവൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുന്നു. റഹ്മാനായ റബ്ബ് തഖ്വയുള്ള ആ രൂപത്തിലുള്ളവർ ജീവിതം നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തസ്സും ആത്മാഭിമാനവും വിശ്വാസികൾ എന്നെന്നും അവരുടെ മുഖമുദ്രയായി കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നും നിന്ദ്യരാവാനൊരിക്കലും അവർ നിന്നുകൊടുക്കരുത് എന്നുള്ളതും ഇസ്ലാമിൻ്റെ ഗുണപാഠമാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അന്തസ്സുള്ളവനാണ് റബ്ബ്, അവൻ അസീസാണ്. അല്ലാഹുവിൻ്റെ റസൂല് അന്തസ്സുള്ള പ്രവാചകനാണ്. സത്യവിശ്വാസികളും അതുപോലെയായി ഈമാനുള്ളവർക്ക് ഇസ്സത്തുണ്ടാകും. അവർ ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല. അവർ തൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക ഒരു പ്രവൃത്തിയിലും അവർ ഏർപ്പെടുകയില്ല. അതേ അവസരത്തിൽ മുത്തു മുസ്തഫ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകി. മനുഷ്യൻ നിന്ദ്യനായി പോകുന്ന ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ സമൂഹത്തിൽ വിലകെട്ടവനായി മാറും. അല്ലാഹ് അവൻ്റെ മുഖം കെടുത്തും. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കച്ചവടത്തിൻ്റെ കാര്യത്തിലും കൃഷിയുടെ കാര്യത്തിലും ദുന്യാവിൻ്റെ മോഹങ്ങളിലും മാത്രം നിങ്ങളുടെ മനസ്സുകളെ ബന്ധിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദീനിനെ കാറ്റിൽ പറത്തുന്ന പ്രകൃതക്കാരായാൽ സല്ലത്തല്ലാഹു അലൈക്കും ദുല്ല, അള്ളാഹു നിങ്ങളിൽ നിന്ദ്യത നിങ്ങളിൽ അവൻ നിറക്കും. ലാ യൻസഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും. ശരിയായ ദീനിലേക്ക് നിങ്ങൾ മടങ്ങുവോളം നിങ്ങൾ പിന്നെ ദുന്യാവിൽ ജീവിക്കുക നിന്ദ്യത പേറിക്കൊണ്ടായിരിക്കും. ദീനിനെ തൊട്ട് കളിക്കരുത്. ദീനിൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ജീവിതമുണ്ടായാൽ എത്ര വലിയ അന്തസ്സുള്ളവനാണെന്ന് അവന് തോന്നിയാലും ആളുകളുടെ മുമ്പിൽ അവൻ മുഖം കെട്ടവനാകും, അവൻ നിന്ദ്യനായിത്തീരുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മുത്തു മുസ്തഫ വീണ്ടും പറഞ്ഞു, എന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ നിന്ദ്യതയും അല്പത്വവും അവനിൽ നിശ്ചയിക്കപ്പെടും. പരിശുദ്ധ ഖുർആൻ നമുക്കൊരു സമൂഹത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതാണ് ആ സമൂഹം? നിത്യവും ദിനേന 17 തവണ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആമീൻ എന്ന് പറയുന്നത്. മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. എന്തേ അവർക്ക് സംഭവിച്ച്? എന്തേ അവരിത്തരം നിന്ദ്യരാവാൻ കാരണം? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വദുരിബത് അലൈഹിമുദ് ദില്ലത്തു വൽ മസ്കന വബാഉ ബിഗദബിൻ മിനല്ലാഹ് ذلك بأنهم يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. സുബ്ഹാനല്ലാഹ്. എന്താ അവർ കുഴപ്പക്കാർ? എന്തേ അവർ ഇത്ര നിന്ദ്യരാവാൻ കാരണം? സൂറത്തുൽ ബഖറയിൽ പഠിപ്പിക്കുകയാണ്, അവർക്ക് നിന്ദ്യതയും ദുന്യാവിൽ അവർക്ക് അങ്ങനെ പേറേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളെ അവർ നിഷേധിച്ചിരുന്നു. തൗഹീദിൽ നിന്ന് വിട്ടു ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും പ്രചാരകരായി. സത്യപ്രബോധകന്മാരെ അന്യായമായി അവരെപ്പോഴും പീഡിപ്പിക്കുമായിരുന്നു, കൊന്നുകളയുമായിരുന്നു. റബ്ബിനോട് ധിക്കാരമുള്ള പ്രവർത്തനങ്ങളായിരുന്നു സദാ ചെയ്തിരുന്നത്. അനുസരണക്കേടും അതുപോലെ തന്നെ അതിരി കവിഞ്ഞ പ്രവർത്തനങ്ങളുമായിരുന്നു അവരുടെ ജീവിതത്തിൽ മുഴുവൻ. അതുകൊണ്ടവർ നിന്ദ്യത പേറേണ്ടി വന്നു എന്ന് ഒരു സമൂഹത്തെ ചൂണ്ടിക്കാണിച്ച് ആ സമൂഹത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ എന്ന് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്ത് ആമീൻ പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിക്കൂടാന്നാണ് അതിലെ പാഠം. നമ്മളും നിന്ദ്യരാകാൻ സെക്കൻഡുകളെ വേണ്ടൂ. സകല അന്തസ്സുമാണ് പോവും. കാരണം അന്തസ്സ് കൊടുക്കേണ്ട അള്ളാഹിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയാൽ ആ അന്തസ്സൊക്കെ പെട്ടെന്ന് നീങ്ങിപ്പോകും. നിന്ദ്യനാകേണ്ടി വരും. ദുന്യാവിൽ മാത്രമല്ല ആഖിറത്തിലും. ലഹും ഫിദ്ദുന്യാ ഖിസിയുൻ വഫിൽ ആഖിറ. അവർക്ക് ദുന്യാവിലും ആഖിറത്തിലും നിന്ദ്യത പേറേണ്ടി വരും. അതുകൊണ്ട് മുത്തു മുസ്തഫ നമ്മളോട് എപ്പോഴും മനമുരുകി തേടാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വൽ അഫാഫ്, പരിശുദ്ധി, ആത്മാഭിമാനം. പടച്ചോനെ എന്നിൽ നിലനിർത്തി തരണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ വൽ ഖില്ല വദ്ദില്ല വഅഊദു ബിക അൻ അദ്ലിമ ഔ ഉദ്ലമ. അതിനർത്ഥം, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്
മിനൽ ഫഖ്രി ദാരിദ്ര്യത്തിൽ നിന്ന്, വൽ ഖില്ലത്തി ഇല്ലായ്മയിൽ നിന്ന്, കുറവുകളിൽ നിന്ന്, കമ്മികളിൽ നിന്ന്, വദ്ദില്ലത്തി നിന്ദ്യനാകുന്ന, അന്തസ് കെടുന്ന, മുഖം കെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന്, വഅഊദുബിക ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, അന്നളിമ ഞാൻ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഔ ഉലമ മറ്റുള്ളവരാൽ ഞാൻ ദ്രോഹിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഈ രണ്ട് പ്രാർത്ഥനകളും നമ്മുടെ അന്തസ്സും അഭിമാനവും എന്നെന്നും നിലനിന്ന് കിട്ടുവാനുള്ള ദുആയാണ്. മുത്തു മുസ്തഫ നമുക്കത് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ മനസ്സറിഞ്ഞ് അത് പ്രാർത്ഥിക്കുകയും ഒരിക്കലും അഭിമാനം മറ്റുള്ളവരുടെ മുമ്പിൽ പണയപ്പെടുത്താതെ ജീവിക്കുവാനുള്ള ഒരവസ്ഥ എന്നെന്നും നിലനിർത്തി തരണേ എന്ന് റഹ്മാനായ റബ്ബിനോട് മനമൊരുകി തേടുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും അന്തസ്സോടുകൂടെ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമുക്ക് കാവലും മോചനവും നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع